ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബിഗിനർ ആയിട്ടുള്ള ആൾ ഒരു ദിവസം എത്ര സമയം പഠിക്കണം, അതുപോലെ എക്സാം അടുത്തിരിക്കുന്ന ആളും എത്ര സമയം പഠിക്കണം, ടൈം ടേബിളും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ടൈം ടേബിൾ ആണ്, അതായത് LDC എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത ഒരു ടൈം ടേബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 5 o'clock ഏർലി ബേർഡ് ടൈം ടേബിളാണ്. അതായത് ലേറ്റ് നൈറ്റ് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എണീറ്റിരുന്ന് പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏർലി മോർണിംഗ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റ് നൈറ്റ് ടൈം ടേബിൾ ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ 5 o'clock സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ PYQ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് PYQൻ്റെ ഒരു ബുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2022 വരെ എന്തുമായിരുന്നു അതിലുള്ളത്. ഇപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻസ് ഒക്കെ PYQ ഇറങ്ങിയിട്ടുണ്ട്. 2023 2024 വരെയൊക്കെയുള്ള എക്സാം കഴിഞ്ഞിട്ടുള്ള PYQസും പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൂടെയുള്ള ബുക്കായിരുന്നു ഉള്ളത്. അപ്പോൾ 5 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമ്മൾ 1 മണിക്കൂർ ഇരിക്കും. 5 o'clock to 6 o'clock വരെയാണ് PYQ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ആ 1 മണിക്കൂറിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിയില്ലായിരുന്നു, ബിക്കോസ് അത്രയും ഇൻഫർമേഷൻ ആയിരുന്നു അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പറയും, പിന്നെ നമുക്കറിയാവുന്ന പോയിന്റ്സ്. അതായത് ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ആരും ഫ്രീ ആയിട്ടുള്ള, രാവിലെ ഇപ്പോൾ 5 മണിക്ക് എല്ലാവരും ഫ്രീ ആവണമെന്നില്ല. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാവിലെ എണീറ്റിട്ട് ഇത് വായിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വായിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് വായിക്കുമ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ വായിക്കും. അതിനുശേഷം 6 മണി വരെ ഫുൾ വായിക്കലല്ല, ഒരു 6:45 നിർത്തിയിട്ട് ഒരു 15 മിനിറ്റ് ഇതുവരെ വായിച്ചതിൽ നമ്മൾ റിവിഷൻ പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്തു പോയത്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അത് വായിക്കുക, റിലേറ്റഡ് ഫാക്ട്സ് വായിക്കുക, അതിനുശേഷം അത് പഠിക്കുക. ജസ്റ്റ് വായിച്ചു പോയാൽ പോരാ, അത് പഠിച്ച് പോവുക എന്നുള്ളതാണ്. കാരണം PYQ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 6 മണിക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അറിയാലോ. 5 മാർക്സ് അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗവും സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗവും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അതിന് എന്തായാലും ടൈം കണ്ടെത്തണം. ഒരു ദിവസം നമ്മൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷിന് കൊടുക്കുന്ന പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ടൈം കൊടുക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ LDC എക്സാം, നമ്മുടെ കോഴിക്കോട് കോട്ടയം എക്സാമിൽ എത്ര കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും. ഒരു ഭാഗത്തുനിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ 6 മണിക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ആ ടോപ്പിക്ക് മുതൽ, അതായത് നമ്മുടെ 1835 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതിന് മുന്നേ നമ്മുടെ 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ നമ്മൾ വായിച്ചിരുന്നു. അതുമുതൽ വായിച്ചിട്ട് നമ്മുടെ അവസാനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഡ് ചെയ്യുന്ന ആ പോയിന്റ് വരെ, അതായത് ആർട്ടിക്കിൾ വരെ നമ്മൾ വായിച്ചു. ആർട്ടിക്കിളൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വായിച്ചു. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ സുപ്രധാന നിയമവും, ആ 2 ടോപ്പിക്സ് ആണ് ഈ 6 മണി തൊട്ട് 7 മണി വരെ വായിക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ട് വായിച്ചു എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം സുപ്രധാന നിയമം സ്റ്റാർട്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു സുപ്രധാന നിയമം സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ വായിച്ചതിന് ശേഷം സുപ്രധാന നിയമം എടുത്ത് വായിച്ചാലും മതി. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ 10th ലെവൽ എക്സാം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എക്സാം പ്രിലിംസ് വരുന്നത് ഡിസംബർ ലാസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു ഡിസംബർ അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് സുപ്രധാന നിയമം എടുത്തിട്ട് അങ്ങനെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതൊരു ബേർഡൻ ആവാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ 2 ഡേയ്സ് കൊടുക്കും. 2 ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചെങ്കിൽ അടുത്ത 2 ദിവസം സുപ്രധാന നിയമം വായിക്കാൻ കൊടുക്കുക. കാരണം ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ സുപ്രധാന നിയമം വായിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തൂല. അപ്പോൾ 2 ദിവസം കൊടുക്കുക. അപ്പോൾ ഒരു 2 ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുക, അടുത്ത 2 ദിവസം സുപ്രധാന നിയമങ്ങൾ ഏതെങ്കിലും എടുത്ത് വായിക്കുക. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തീർന്നു കിട്ടും, സുപ്രധാന നിയമം ആ ഒരു ടൈം ആകുമ്പോഴത്തേനും പഠിച്ച് തീർന്നു കിട്ടും. പിന്നെ റിവിഷൻ ചെയ്യണം, അത് മസ്റ്റാണ്. അങ്ങനെ 7 മണി വരെയുള്ള പ്ലാനാണ്. ഇനി ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻ സ്റ്റഡി നമ്മൾ ഇരുന്നപ്പം നമ്മുടെ കൂടെ
കുട്ടികളുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണം, അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 5 മണിക്ക് എല്ലാവരും ഫ്രീ ആവണമെന്നില്ല. ഇപ്പം ചിലർക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും അടുക്കളപ്പണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അവർ ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ കേക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തേഡ് അത്ര ഇഫക്റ്റീവ് അല്ല. കാരണം നമ്മൾ പണി ചെയ്യുമ്പം പണിയും പിന്നെ കേൾക്കലും അത് അത്രയും ഇഫക്റ്റീവ് അല്ല. നിങ്ങൾ പണിയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് 1 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ 6 മണിക്കൊക്കെ എണീറ്റ് കിച്ചണിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ 6 മണിക്ക് ഫ്രീ അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, 4 മണിക്ക് എണ്ണിക്കാം. 4 മണിക്ക് എണ്ണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 to 5 മണി വരെ പഠിക്കാം, 5 to 6 മണി വരെ പഠിക്കാം. അങ്ങനെ ഫ്ലെക്സിബിൾ ആക്കുക. ഇപ്പോൾ ഈ ഒരു ടൈം ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മണിക്കൂർ വേറെ ഏതെങ്കിലും ഒരു ടൈമിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു 7 മണി വരെ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രധാന നിയമം എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിച്ചു. 7, 8, 8, 9 ഈ ഒരു 2 hours എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അതായത് ഒന്നെങ്കിൽ രാവിലെ 6 to 7 മണി വരെ വർക്കുള്ളവരാണെങ്കിൽ 7 to 8 മണി വരെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അപ്പോൾ പഠിക്കുക. അല്ലെങ്കിൽ 8 to 9 വരെ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ പഠിക്കുക. അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ നമ്മൾ സ്കൂൾ പിള്ളേരെ വിടേണ്ട ടൈമും അങ്ങനെയുള്ള ഒരു ടൈമാണല്ലോ. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യേണ്ട ടൈം, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം, അല്ലെങ്കിൽ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട ടൈം. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. പക്ഷേ ഫ്രീ ടൈം ഉള്ളവർ, ആ ടൈം ഫ്രീ ആയിട്ടുള്ളവർ അത് പഠിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈമിൽ ജോലി ചെയ്ത് തീർക്കാം. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 9 മണിക്കാണ്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പം SCERT വായിക്കാൻ. ഇപ്പോൾ 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ എക്സാംസ് ആണെങ്കിലും SCERTയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ SCERT ക്ലാസ് റൂമിൻ്റെ ബുക്ക് എടുത്ത് വായിക്കലായിരുന്നു 9 മണി തൊട്ട് 10 മണി വരെ ചെയ്തുകൊണ്ടിരുന്നത്. SCERT എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള ബുക്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇന്ന് സോഷ്യൽ സയൻസ് വായിച്ചു എങ്കിൽ ചിലപ്പോൾ 2 ദിവസം വായിക്കും, 3-ാമത്തെ ദിവസം സയൻസ് എടുക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വായിക്കുക. അപ്പോൾ നമുക്ക് ബോറടിക്കില്ല, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്തു പോകും. അപ്പോൾ 9 തൊട്ട് 10 മണി വരെ നമ്മൾ SCERT വായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 10 തൊട്ട് 11 മണി വരെ ഞാൻ ടൈം ടേബിൾ ഒന്നും ഇട്ടിട്ടില്ല. ഈ 10 തൊട്ട് 11 മണി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ, ഇപ്പം പാത്രം കഴുകൽ, ഡ്രസ്സ് വാഷ് ചെയ്യൽ, അല്ലെങ്കിൽ അടിച്ചു വരൽ, അങ്ങനെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്യുക. ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ 11 മണിക്ക് CA ആണ്, കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് പറയേണ്ട കാര്യമില്ല, കോൺസ്റ്റിറ്റ്യൂഷനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർ. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കേണ്ട ഒരു ടൈമാണ് 11 to 12 അല്ലെങ്കിൽ 12:30 വരെ നോക്കാം നിങ്ങൾക്ക്, തീരുന്ന വരെ. കാരണം കറണ്ട് അഫെയർ നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് പോകണം, എല്ലാ ദിവസവും നമ്മൾ എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ അതിന് കുറച്ചേറെ ടൈം ഒരു ദിവസത്തെ കുറച്ചേറെ ടൈം നമുക്ക് പോകും കറണ്ട് അഫെയറിന്. അപ്പോൾ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കത് ബെനിഫിറ്റ് ആയിട്ട് തന്നെ വരും. എഴുതി തന്നെ പഠിക്കുക. ലാസ്റ്റ് ആ ഒരു ടൈമിൽ നമുക്ക് ഗൈഡുകൾ വാങ്ങിക്കാൻ കിട്ടിയാലും നമ്മൾ എഴുതി വെച്ചേക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എഴുതി വെച്ചേക്കുന്ന അത്രയും ഒരു കൺവീനിയൻറ്റ് നമുക്ക് ഗൈഡ് വാങ്ങിക്കുമ്പോൾ കിട്ടണമെന്നില്ല. പിന്നെ ഗൈഡൊക്കെ അവസാന നിമിഷം കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അവസാന നിമിഷം പഠിക്കുക എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു ടെൻഷനായി നമുക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് Day 1 തൊട്ട് തന്നെ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്ത് പോവുക. എല്ലാ ദിവസത്തെയും എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ 11 to 12:30 അല്ലെങ്കിൽ 12, നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ആ ടൈമിൽ നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കാം. പിന്നെ ഒരു 12:30 ആവുമ്പം നിങ്ങൾ NCERT വായിക്കുക. ഇപ്പോൾ ഏത് ലെവൽ എക്സാം ആണെങ്കിലും NCERTക്കും SCERT പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഡെക്കാൻ ട്രാപ്പിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു, ഡെക്കാൻ ട്രാപ്പ് ക്വസ്റ്റൻ ആണെങ്കിലും നമ്മുടെ തൃശ്ശൂർ എക്സാമിന് ചോദിച്ച ഡെക്കാൻ ട്രാപ്പ് ക്വസ്റ്റൻ NCERT ആയിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ കോഴിക്കോട് കോട്ടയം LDC എക്സാം, ആ എക്സാമിന് ചോദിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ടൈപ്പ് ഓഫ് കൃഷി, അതുപോലെ നമ്മുടെ മൺസൂൺ സമയത്ത് ഉണ്ടാവുന്ന പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കുന്ന, അതെല്ലാം NCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ NCERT 1-2 ക്വസ്റ്റ്യൻ ഉള്ളെങ്കിലും ആ 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ NCERT വായിച്ചിട്ട് പോവുക. ഒന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ വേറെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കണമെങ്കിൽ ഓൾറെഡി നമ്മളൊന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സിമ്പിളാവും. അപ്പോൾ 12:30 to ഒരു 1:30 വരെ NCERT വായിക്കുക. NCERT എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മെയിൻലി +1 +2 ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. SCERT നമ്മൾ ഓൾറെഡി 10 വരെ SCERT വായിക്കുന്നുണ്ട്. അത് തന്നെയാണ് NCERTയിലുള്ളത്, കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് ഈ NCERT എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് +1 +2ൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് ഒരു 12:30 മുതൽ 1:30 വരെ വായിക്കുന്നത്.
പിന്നെ 1:30 വരെ 2 o'clock വരെ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി 2 o'clock നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മോക്ക് ടെസ്റ്റ് നമുക്ക് കുറേ സോഴ്സസ് ഉണ്ട്. ലൈക്ക് എൻട്രിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ഈ ഒരു ടൈമിലാണ് അവർ മോക്ക് ടെസ്റ്റ് ഇടുന്നത്. 2 മണി തൊട്ട് 3 മണി വരെ ആണ് അവരുടെ ലൈവ് മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ എൻട്രി ആക്സസ് ഉള്ളവരാണെങ്കിൽ എൻട്രിയിൽ നമ്മൾ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. എൻട്രിയിൽ എങ്ങനെയാണ് ഫ്രീ മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഷോർട്സ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അത് കാണുക. അപ്പോൾ അത് 2 മണി തൊട്ട് 3 മണി വരെ എക്സാം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം എന്തായാലും ബിഗിനർ ആണെങ്കിൽ ഒരു എക്സാമെങ്കിലും ചെയ്തിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഒട്ടും കിട്ടിയില്ല എന്ന് വരും, പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ എൻട്രീൻ്റെ എക്സാം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ വാർത്ത വരുത്തുന്നവരാണെങ്കിൽ തൊഴിൽ വാർത്ത എക്സാംസ് ഉണ്ടാവും. തൊഴിൽ വീതി വരുത്തുന്നവരാണെങ്കിൽ തൊഴിൽ വീതിയിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ PYQs ചെയ്യുക. PYQs ടെലഗ്രാം ചാനലിലൊക്കെ PYQs അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ PYQ ക്വസ്റ്റ്യൻ പേപ്പറും അൺമാർക്ഡ് ആയിട്ടുള്ള മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതെടുത്ത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഫൈനൽ കീ നോക്കുക കേട്ടോ. പ്രൊവിഷണൽ കീ അല്ല, അതിൻ്റെ ഫൈനൽ കീ ആണ് നോക്കേണ്ടത്. ആ പ്രൊവിഷണലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസറൊക്കെ ചേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അതിന് ഫൈനൽ കീ വെച്ചിട്ട് തന്നെ നോക്കുക. അപ്പോൾ അതുവഴി PYQ സെറ്റായി പോകും. ഒന്നെങ്കിൽ PYQ അല്ലെങ്കിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അല്ലെങ്കിൽ എൻട്രിൻ്റെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം എഴുതി ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. അത് അനാലിസിസ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് തെറ്റിയത്, എനിക്ക് എവിടെയാണ് മാർക്ക് പോയത്, അത് എന്തുകൊണ്ട് തെറ്റി, അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാൻ പറ്റുമെങ്കിൽ ഗൈഡ് എടുത്ത് വെച്ച് നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അത് ആ ഒരു പോർഷൻ കവർ ചെയ്തു പോകും. അപ്പോൾ ഒരു 3 തൊട്ട് 4 വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പീഡ് ഓഫ് അനാലിസിസ് പോലെ ഇരിക്കും. നിങ്ങൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റായി നിങ്ങൾ അതിന് ആൻസർ നോക്കി അതിന് റിലേറ്റഡ് ഫാക്ട്സോടെ നോക്കി പോകുന്നവരാണെങ്കിൽ കുറച്ചേറെ ടൈം എടുക്കും. പക്ഷേ അതൊരു നല്ലൊരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് അങ്ങനെ ചെയ്യുന്നത്, റിലേറ്റഡ് ഫാക്ട്സ് നോക്കി പോകുന്നത്. അപ്പോൾ 3 മണി വരെ എക്സാം ആണെങ്കിൽ എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ ഇരിക്കുക അനാലിസിസിന്. ഒരു 3 to 4 മണി വരെയോ 5 മണി വരെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അനാലിസിസ് നോക്കാം. അതിനുശേഷം നമ്മൾ ചായ ഉണ്ടാക്കൽ അങ്ങനത്തെ പരിപാടികൾ, ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമാണെങ്കിൽ അങ്ങനെയുള്ള ടൈം നിങ്ങൾക്ക് സ്പെൻഡ് കൊടുക്കാവുന്നതാണ്. പിന്നെ 5 മണിക്ക് ഞങ്ങൾ ഇരുന്നത് കല, സാംസ്കാരികം, സ്പോർട്സ് ഈ വക കാര്യങ്ങൾ പഠിക്കാനാണ്. ആ ബിഗിനിങ് ടൈമിൽ ഇരുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. എക്സാമൊക്കെ ടൈം ആയപ്പോൾ നമ്മൾ കലാ, സാംസ്കാരിക, സ്പോർട്സിന് അങ്ങനെ ടൈം കൊടുക്കാണ്ടായി. എന്നുവെച്ചാൽ എക്സാം എഴുതുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വരുമല്ലോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിക്കൽ മാത്രമാക്കി ചുരുക്കി. കാരണം കലാ, സാംസ്കാരികം നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ പഠിക്കുന്നത് തന്നെ ചോദിക്കണമെന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാം ടൈം ആകുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ആദ്യം തുടക്കത്തിൽ, അതായത് എക്സാം ടൈം, ഒരു എക്സാമിന് ഒരു 5 മാസമോ 3 മാസമൊക്കെ ഉള്ള ടൈമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിന് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അത് 5 തൊട്ട് ഇതിനൊരു 1 മണിക്കൂറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 5 തൊട്ട് 5:45 വരെ ടൈം കൊടുത്താൽ മതി. കല, സാംസ്കാരികം, അതുപോലെ സ്പോർട്സിൽ ഇപ്പോൾ PV സിന്ധുവിനെ പറ്റിയിട്ട്, PT ഉഷനെ പറ്റി, ഷൈനി വിൽസനെ പറ്റിയിട്ട്, പിന്നെ ഫസ്റ്റ് ഒളിമ്പിക്സ് ഏത് വർഷമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ LDCയിൽ എല്ലാ ഘട്ടത്തിലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്പോർട്സിൽ നിന്നൊരു ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ 5 തൊട്ട് 5:45 വരെ പഠിക്കാം. പിന്നെ ഉള്ള ടൈം എന്ന് പറയുന്നത് 5:45 തൊട്ടിട്ട് 6:45 വരെയാണ്. അതായത് 1 മണിക്കൂർ. 5:45 തൊട്ട് 6:45 വരെ നിങ്ങൾ എന്ത് കൊടുക്കുക, മാത്സിന് ടൈം കൊടുക്കുക. മാത്സ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഈ കറണ്ട് അഫെയർ, മാത്സ്, മലയാളം, ഇംഗ്ലീഷൊക്കെ. അപ്പോൾ നിങ്ങൾ മാത്സ് ഒരു 5:45 തൊട്ട് 6:45 വരെ മാത്സിന് വേണ്ടി ടൈം കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ ഒരു 7:30 തുടങ്ങുക എന്ന് വെച്ചോ. അടുത്തൊരു പഠിത്തം 7:30 തുടങ്ങുകയാണെങ്കിൽ ആ ടൈം വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനും ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമൊക്കെ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ഒരു 7:30 ഇരിക്കുക. അടുത്തൊരു ടൈം ടേബിൾ 7:30 ഇരുന്ന് കഴിഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ഈ വകയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. 7:30 തൊട്ട് 9 മണി വരെ ഇത് നോക്കുക. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി എടുത്തു, World War I, World War II, കോൾഡ് വാർ, UNO ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുനിന്നിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ 7:30 to 9 മണി വരെ നിങ്ങൾക്ക് ഫുൾ അതിരുന്ന് പഠിക്കണമെന്നില്ല. ഒരു 7:30 to 8:30 വരെ ഹിസ്റ്ററി എടുത്ത് നിങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോൾ ബോർ അടിച്ചെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് ഇരിക്കാം. ഒരു അരമണിക്കൂർ കമ്പ്യൂട്ടർ വായിക്കാൻ ഉള്ളതല്ല ഉള്ളൂ, അരമണിക്കൂർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വായിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുപോകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പക്ഷേ ഈ ഒരു ടോപ്പിക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം: ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ.
ജോഗ്രഫി ഓൾറെഡി നമ്മൾ SCRT വായിക്കുമ്പോൾ രാവിലെ അത് കവർ ചെയ്തു പോകും. പക്ഷെ അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ റിവേഴ്സ്, ഇതൊന്നും നമ്മുടെ SCRT ബുക്കിലൊന്നും ഇല്ല. ഇപ്പം ഗംഗ, യമുന, അതിനെ പറ്റിയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതാണ് ഈ ജോഗ്രഫി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 7 to 9 മണി വരെ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ആവാം, ഇന്ത്യൻ ഹിസ്റ്ററി ആവാം, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, നവോത്ഥാനം, ഈ വക കാര്യങ്ങളാണ് ഹിസ്റ്ററിയിലൊക്കെ വരുന്നത്. പിന്നെ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ. പിന്നെ എക്കണോമിക്സിന് ഇമ്പോർട്ടൻസും പറയേണ്ട ആവശ്യമില്ലല്ലോ, ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ NCERTയിലെ ഉള്ള ഗൈഡിൽ നമ്മൾ പറഞ്ഞതാണ്. ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ ഗൈഡ് ഉണ്ട്. അതിൽ എക്കണോമിക്സ് ഭയങ്കര സമഗ്രമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറും പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോൾ ഇന്ന് ഹിസ്റ്ററി പഠിച്ചെങ്കിൽ നാളെ ജോഗ്രഫി പഠിക്കുക, നാളെ ജോഗ്രഫി പഠിച്ചെങ്കിൽ അത് കഴിഞ്ഞ് എക്കണോമിക്സ് പഠിക്കുക എന്ന രീതിയിൽ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ ഹിസ്റ്ററി പഠിച്ചെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂറുണ്ട്, അരമണിക്കൂർ കമ്പ്യൂട്ടർ പഠിക്കുക. കമ്പ്യൂട്ടർ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് അത് കീപ്പ് ചെയ്ത് പോവാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മിണ്ടാൻ, നമുക്ക് ഒന്ന് മെൻ്റലി ഇതാവാൻ വേണ്ടിയിട്ട് പാട്ട് കേൾക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ ജോലി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് തരുന്നത്. അപ്പോൾ ഒരു 9 തൊട്ട് 10 മണി വരെ നിങ്ങൾ ബ്രേക്ക് എടുത്തോ. അല്ലെങ്കിൽ 1 മണിക്കൂറൊന്നും ബ്രേക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ജോലി പോലെ ഇരിക്കും, ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു 10 മണിക്ക് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ 10 തൊട്ട് 11:30 വരെ, 12 മണി വരെയൊക്കെ നിങ്ങൾക്ക് ഇരിക്കാം. 10 തൊട്ട് 11:30 അല്ലെങ്കിൽ 12 മണി വരെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ആ ടൈമിൽ നിങ്ങൾക്ക് തീർക്കാം. അതായത് ഇംഗ്ലീഷിനും മലയാളത്തിനും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഒരു 10 to 12 മണി വരെ ഇരുന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ കിട്ടും. ആ 2 മണിക്കൂറിൽ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നതാണ് സാറ്റർഡേ സൺഡേ. ഈ സാറ്റർഡേ സൺഡേ 2 ഡേയും റിവിഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറ്റർഡേ ഒരു ഹാഫ് ഡേ വരെ നിങ്ങൾ ഇതുപോലെ ടൈം ടേബിൾ കീപ്പ് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ടൈം ടേബിൾ തന്നെ കീപ്പ് ചെയ്ത് പോവുക. സാറ്റർഡേ ഒരു ഹാഫ് ഡേ വരെ. സാറ്റർഡേ ഹാഫ് ഡേ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിവിഷൻ എടുക്കുക. അതായത് മൺഡേ ടു ഫ്രൈഡേ വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവിഷൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല. കാരണം റിവിഷൻ ഈസ് മസ്റ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ എന്നുള്ളത്. കാരണം എക്സാം ഒക്കെ എഴുതാൻ പോയി ഇരിക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് റിവിഷൻ്റെ കുറവുണ്ടെന്നാണ്. അപ്പോൾ ഈ റിവിഷൻ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. മൺഡേ ടു ഫ്രൈഡേ വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യുക. അത് ചിലപ്പം സൺഡേ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ആവണമെന്നില്ല, അത്രയും ടൈം മതിയാവണമെന്നില്ല. അതുകൊണ്ട് അതായത് സാറ്റർഡേ ഒരു ഹാഫ് ഡേ, ഒരു ഉച്ച തൊട്ടിട്ട് പിന്നെ സൺഡേ ഫുൾ ഡേ റിവിഷന് വേണ്ടി സ്പെൻഡ് ആക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു ടൈം സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വാർത്ത ഒക്കെ വരുത്തുന്നവരാണെങ്കിൽ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കുക. ഇപ്പോൾ ഹിസ്റ്ററിനെ പറ്റി ചിലപ്പം അവർ 2 പേജിൽ ഹിസ്റ്ററിനെ പറ്റിയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ 2 പേജിൽ അവർ സയൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് റിവിഷനാണ്. നമ്മൾ കവർ ചെയ്ത പോർഷൻ ആണെങ്കിൽ അതും വായിക്കുക. തൊഴിൽ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കുക. അത് അത്ര ഒരു ടൈം എടുക്കുമല്ലോ, അപ്പോൾ പെട്ടെന്നൊന്ന് വായിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു മെയിനായിട്ട് ഞാൻ ഫോളോ ചെയ്ത ടൈം ടേബിൾ. ഇതിൽ ഒരു ഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കേണ്ടതാണ് നിങ്ങൾ മോസ്റ്റ്ലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ ടൈം ടേബിൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതിൽ ഒന്നും ഫിൽട്ടർ ചെയ്ത് കളയാനില്ല. ഒരു ദിവസം എന്തായാലും ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പിന്നെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആകുക. ഇപ്പോൾ രാവിലെ 5 മണിക്ക് എണ്ണിക്കുന്ന ആൾക്കാർക്ക് 6 മണിക്ക് പിള്ളേർക്ക് സ്കൂളിൽ വിടണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 4 മണിക്ക് എണ്ണിക്കുക. അപ്പോൾ 6 to 7 മണി വരെ പഠിക്കാനുള്ളത് ആ 4 to 5 മണി വരെ പഠിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു 8 മണിക്ക് ഫ്രീ ആകുന്ന ഒരാളാണെങ്കിൽ ഈ 6 to 7 മണി വരെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, 8 to 9 മണി വരെ പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവാം. നിങ്ങളുടെ ആ ഒരു ടൈം വെച്ച് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ കീപ്പ് ചെയ്യാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇനി അതല്ല ലേറ്റ് നൈറ്റ് ഇരിക്കുന്നവരാണെങ്കിലോ, ഇപ്പോൾ 12 മണി വരെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 മണി വരെ 2 മണി വരെ ഇരുന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാവിലത്തെ 5 to 7 മണി വരെ ഉള്ളത് അത് രാത്രിയിലേക്ക് കൊണ്ടുവന്നാലും മതി. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആക്കിയാൽ മതി. പക്ഷേ ഇത്രയും നേരം നിങ്ങൾ പഠിച്ചിരിക്കണം.
അതായത് ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കുന്നതെന്നും 2 മണിക്കൂർ പഠിക്കുന്നതൊക്കെ പറയുന്നവരുണ്ട്. ഈ 2 മണിക്കൂർ 4 മണിക്കൂറൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്കിലൊന്നും നിങ്ങൾക്ക് LDC എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് LDCയിൽ ടോപ്പ് റാങ്കിൽ എത്തിയിട്ട് കാര്യമുള്ളൂ. ടോപ്പ് റാങ്കിൽ എത്തിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ മോസ്റ്റ്ലി ജനറൽ കാറ്റഗറി ആണെങ്കിൽ ടോപ്പ് റാങ്കിൽ തന്നെ എത്താൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്കത് പ്രയോജനമുള്ളൂ. അപ്പം അങ്ങനെ ടോപ്പ് റാങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഞാനൊന്ന് നോക്കാം എത്ര മണിക്കൂർ. ഇപ്പം ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ എത്ര മണിക്കൂറാണ് പഠിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 6, 7, 8, 9, 10, 11, 12. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു ദിവസം 12 to 12.5 മണിക്കൂർ പഠിച്ച ഒരാളാണ് ഞാൻ LDCക്ക് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും പഠിക്കണമെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ പഠിച്ചാൽ തീരുള്ളൂ. ഇപ്പം 8 മണിക്കൂർ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾ 8 മണിക്കൂർ ഇരുന്നാലൊന്നും ഇത് കംപ്ലീറ്റ് ആവില്ല. നിങ്ങളൊരു 12-12.5 മണിക്കൂർ ഇരുന്നാൽ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കൊടുത്ത് പോയി. ഇപ്പോൾ SCRTക്ക് നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഒരു ഡേ നിങ്ങളൊരു 1/2 മണിക്കൂർ ഇരുന്ന് നോക്കുക. പിന്നത്തെ ഡേ നിങ്ങളിങ്ങനെ കൂട്ടി വാ. അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ മടുക്കരുത്. നിങ്ങളിങ്ങനെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ ഇത് പഠിച്ചു തന്നെ പോകണം. എന്നാൽ മാത്രമേ LDCയിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്ക് ഉദ്ദേശിക്കുന്നത് 1st, 2nd ഒന്നും അല്ല, ഒരു 100-നുള്ളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു എക്സാം അടുക്കുമ്പോൾ, അതായത് എക്സാമിൻ്റെ ഒരു 1 മന്ത്, അതായത് എൻ്റെ LDC എക്സാമിൻ്റെ ഒരു 1 മന്ത് ഉണ്ടായിരുന്ന ടൈമിൽ എൻ്റെ ഒരു ടൈം ടേബിൾ ഇതായിരുന്നില്ല. അപ്പോൾ കാരണം ഈ 1 മന്തിന് മുന്നേ തന്നെ ഞാൻ SCRT ഫുൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ വായിച്ചു കഴിഞ്ഞായിരുന്നു, അതുപോലെ സുപ്രധാനം ഞാൻ വായിച്ചു കഴിഞ്ഞായിരുന്നു, NCERT വായിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, അതുപോലെ തന്നെ എക്സാംസ് കൂടുതൽ ചെയ്യുക. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൻ്റെ ആ ഒരു ഇതാവുമ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാം ആണല്ലോ ഉച്ചയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം നമ്മൾ ഈ SCRTൻ്റെ ടൈമും NCERTൻ്റെ ടൈമും ഒക്കെ എന്ത് ചെയ്യുക, എക്സാംസ് കൂടുതൽ ചെയ്യുക. എക്സാംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇരിക്കട്ടെ, നിങ്ങൾക്ക് അത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്ക് എടുക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിവിഷനായി. പിന്നെ അടുത്ത സുപ്രധാന നിയമത്തിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ആ സുപ്രധാന നിയമം വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വിവരാവകാശത്തിന് ഒരു PDF എടുക്കുക, അല്ലെങ്കിൽ ഗൈഡ് എടുക്കുക, വിവരാവകാശം ഫുള്ള് വായിക്കുക. അതിൽ കിട്ടാത്ത പോയിന്റ്സ് നന്നായിട്ട് എഴുതി വെക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് സെറ്റായി റിവിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എക്സാം ടൈം റിവിഷൻ ചെയ്യേണ്ടത്. എക്സാംസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് എന്തായാലും മിനിമം ഒരു 3 എക്സാമെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ കൂടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പക്ഷേ എക്സാം മാത്രം പോരാ, അനാലിസിസും ചെയ്യുക, അതിൻ്റെ കൂട്ട് റിലേറ്റഡ് പോയിന്റ്സ് നോക്കി റിവിഷൻ ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതായിരുന്നു ഞാൻ എക്സാം ഒരു മാസത്തെ ടൈമിൽ ഞാൻ ആ ഒരു ടൈം ടേബിളാണ് ഫോളോ ചെയ്തത്. അത് ടൈം ടേബിളല്ല, നമ്മൾ രാവിലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ എക്സാം കൊണ്ടിരിക്കുന്നു, അതിൻ്റെ അനാലിസിസ് ചെയ്യുന്നു, റിലേറ്റഡ് ഫാക്ട്സുകൾ വായിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു ടൈം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഒരു ഫസ്റ്റ് ബിഗിൻ ചെയ്തത് നമ്മുടെ എൻട്രീൻ്റെ ഫ്രീ മോക്ക് ടെസ്റ്റ് കേട്ടോ. ഞാൻ പെയ്ഡല്ല, ഫ്രീ മോക്ക് ടെസ്റ്റ് ചെയ്താണ് ഞാൻ ബിഗിൻ ചെയ്തത്. കാരണം അവർ ഒരു ടൈം സെറ്റ് ചെയ്ത് തരും. നമുക്കൊരു 1 hour എക്സാം, അതായത് നമ്മൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ആ 1:15 minutes അങ്ങനെ എന്തോ ആണ്. ആ ഒരു ടൈം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ നമുക്ക് ആ ടൈം ബൗണ്ടിൽ നമ്മൾ ചെയ്ത് തീർക്കണം. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ആ എൻട്രീൻ്റെ എക്സാമിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് കിട്ടും. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ താഴെ അവർ എക്സ്പ്ലനേഷൻ കൊടുക്കും. അപ്പോൾ അതും വായിച്ചു പോകുമ്പോൾ അത് സെറ്റാണ്. പിന്നെ നമ്മൾ തൊഴിൽ വാർത്തയിൽ അവർ കുറേ സെറ്റ്, ഇപ്പോൾ LDC എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ് LDC എക്സാമിൻ്റെ മോഡൽ പേപ്പേഴ്സ് ഉണ്ടാവും. ഇനിയിപ്പോൾ ലാബ് അസിസ്റ്റൻ്റൊക്കെ വരുന്നുണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ ഇൻക്ലൂഡ് ആക്കും. സെക്രട്ടേറിയറ്റ് OA സെക്രട്ടറി അസിസ്റ്റൻ്റ് അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ ഇൻക്ലൂഡ് ആക്കും. പിന്നെ തൊഴിൽ രീതിയിലും സെയിം ആണ്, അവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ആക്കും. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തിരുന്നു. പിന്നെ PYQs എടുത്ത് വെച്ച് ചെയ്യുക. അതല്ലാതെ എക്സാം ടൈം ആയപ്പം നമ്മൾ ആസ്പിറൻസ് അക്കാഡമി ക്ലാസ്സും കാര്യം പറഞ്ഞു. അപ്പോൾ ആസ്പിറൻസ് അക്കാഡമി ക്ലാസ് ഒരു സെറ്റ് പർച്ചേസ് ചെയ്തിരുന്നു, ഒരു 25 മോക്ക് ടെസ്റ്റിൻ്റെ ഒരു സെറ്റ് പർച്ചേസ് ചെയ്തിരുന്നു. അത് നമ്മൾ ഓരോ ദിവസവും ഒരു സെറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ അതും നമ്മൾ ഫോളോ ചെയ്തിരുന്നു. അത് സിലബസ് ബേസ്ഡ് ആയിരുന്നു. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. അത് കാരണം വളരെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതേ ബേസിൽ തന്നെ അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു LDCൻ്റെ എക്സാം വന്നതും. അപ്പോൾ ആ ഒരു സെറ്റ് 25 സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു.
ഓക്കെ, ഇതൊക്കെയായിരുന്നു മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി മോക്ക് ടെസ്റ്റിൽ എങ്ങനെയാണ് മാർക്ക് കൂടേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ആദ്യം എൻട്രി എടുത്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ടൈമിലായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എൻട്രി എക്സാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊന്നും എനിക്ക് മാർക്കേ ഉണ്ടായിരുന്നില്ല, 40 റേഞ്ചും ഒക്കെ ആയിരുന്നു എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ 30 റേഞ്ചിലും മാർക്ക് കിട്ടിയ സംഭവമുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാണ്ടിരുന്നില്ല. എല്ലാ ദിവസവും എക്സാം എഴുതിക്കൊണ്ടിരുന്നു. അനാലിസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് ഇമ്പോർട്ടൻ്റ്, അനാലിസിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കിട്ടാത്ത ഭാഗം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ 2 ദിവസം എക്സാം എഴുതുമ്പോൾ 2 ദിവസം മാർക്ക് പോയ ഭാഗം ഏതാ, അതാണ് നമുക്ക് അറിയാത്ത ഭാഗം, അതാണ് നമ്മുടെ കിട്ടാത്ത ഭാഗം. അപ്പോൾ അതെടുത്ത് വെച്ച് വായിച്ചു. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് മാർക്ക് കിട്ടും. അങ്ങനെ എൻ്റെ മാർക്ക് കൂടിക്കൊണ്ടേയിരുന്നു. അതാണ് മെയിനായിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ കിട്ടാത്ത ഭാഗം നമുക്ക് മനസ്സിലാവും, അതെടുത്ത് വെച്ച് വായിക്കുക. പിറ്റേ ദിവസം ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ബിഗിനർ ആണെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യണം. എക്സാമിനോട് അടുക്കുമ്പോൾ മിനിമം ഒരു 3 മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ മാത്രമേ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കൂടുകയുള്ളൂ. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ടൈം മാനേജ്മെൻറ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ടിപ്പ്. പിന്നെ ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് സെപ്റ്റംബർ 13 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് കേൾക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ക്ലാസ്സിനെ പറ്റിയിട്ട് വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കോണ്ടാക്ട് ചെയ്ത് ക്ലാസ്സിനെ പറ്റി അറിയണം എന്നുള്ള ആളാണെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പറും കിട്ടും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലത്തെ എക്സാമിൻ്റെ കാര്യമാണ്. കോഴിക്കോട് കോട്ടയം LDC എക്സാം ഇന്നലെ കഴിഞ്ഞിരുന്നു. പേപ്പർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഞാനൊരു എക്സാം എഴുതുന്ന രീതിയിൽ എഴുതി നോക്കിയില്ല. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളം നമുക്ക് തുടങ്ങാം. മലയാളം ഭയങ്കര സിമ്പിളായിരുന്നു. മാത്സും സിമ്പിളായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് വൊക്കാബുലറി പോർഷൻ ചോദിച്ചു. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വൊക്കാബുലറി തന്നെ, അതും ഒരിട്ടൊന്നും അല്ല, കുറേ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വൊക്കാബുലറി തന്നെയാണ് ചോദിച്ചത്. അപ്പം നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല വൊക്കാബുലറി കണ്ടിട്ട്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള വൊക്കാബുലറി തന്നെ ആയിരുന്നു. അപ്പം അത്ര വലിയ പാടാണെന്നോ അങ്ങനെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത വൊക്കാബുലറി ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു എല്ലാവരും കേൾക്കാവാൻ ചാൻസ് ഉള്ള ഒരു വൊക്കാബുലറി പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അങ്ങനെ വലിയ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം റേഞ്ചാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അതും നമ്മുടെ നിർദ്ദേശ തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, അങ്ങനെ ഭാഗത്തു നിന്നൊക്കെയാണ് കുറേ ക്വസ്റ്റ്യൻസ്, മൗലിക കടമകൾ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു. അതായത് വളരെ ഡീപ്പായിട്ടൊന്നും അവർ ചോദിച്ചില്ല. ഒരു മീഡിയം ഈസി ടു മീഡിയം റേഞ്ച് അങ്ങനെ എന്തോ ആണ് അവർ ചോദിച്ചത്. അത്ര വലിയ ടഫ് ഒന്നായിട്ട് തോന്നിയില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം അങ്ങനെ വലിയ ടഫ് ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ടു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ കലാ സാംസ്കാരിക രംഗത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ, ഒരു 16 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതൊന്നും ആരും അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അപ്പം അതൊന്നും, അതാ പറഞ്ഞേ, കലാ സാംസ്കാരിക നമ്മുടെ എക്സാം അടുക്കുമ്പോൾ ഈ കലാ സാംസ്കാരികത്തിനൊന്നും നമ്മൾ 1 മണിക്കൂറൊന്നും ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ അതൊക്കെ സെറ്റാക്കി വെക്കാം. പിന്നെ ആ ഒരു ടൈം എക്സാം ചെയ്യുമ്പോൾ അതിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ എടുത്ത് വെച്ചൊന്ന് റിവിഷൻ പോലെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല. ഇപ്പം അഥവാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ വെറുതെ അതിൽ ടൈം കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതായിരുന്നു നമ്മുടെ ഇന്നലത്തെ എക്സാം. ടഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഈസി ടു മീഡിയം എന്നൊക്കെ പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ 2-3 ക്വസ്റ്റ്യൻസ് മീഡിയം ലെവൽ, ബാക്കിയെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ എഴുതാത്തതുകൊണ്ട്, ഞാൻ വീട്ടിലിരുന്ന് എക്സാം എഴുതുന്ന പോലെ എഴുതാത്തതുകൊണ്ട് എങ്ങനെ നെഗറ്റീവ് ഒക്കെ എങ്ങനെയാണ്, നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയും നെഗറ്റീവും വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ട്രാൻഡറൊക്കെ ആണെങ്കിൽ ഈസി ആണെങ്കിലും നെഗറ്റീവ് പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇതങ്ങനെ നെഗറ്റീവ് അടിക്കാൻ ഉള്ളൊരു ലൂപ്പ് ഹോളൊന്നും ഞാൻ അതിൽ കണ്ടില്ല. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട്. എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ.